രതീഷേ, നമ്മൾ ഇന്ന് കേരളം പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു ഡയറിയാണ്. അതൊരു പണ്ടേരാട് പെട്ടകം പോലെ പല ഭൂതങ്ങളെയും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കോലാഹലങ്ങൾ വളരെ നമ്മൾ കണ്ടു. AD-യുടെ കാർ വരെ അടിച്ചു തകർത്തു. ഡയറിയിൽ PV എന്ന് പറയുന്ന വാക്കുണ്ടായിരുന്നു. നേരത്തെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു ആ PV ഞാനല്ല എന്ന് പറഞ്ഞു. അതൊക്കെ രേഖകളായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ചോദ്യം ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ED-യുടെ ഭാഗത്ത് നിന്ന് വരുന്ന സൂചനകളാണ് അത് വ്യക്തമാണ്. ED പറഞ്ഞ് ആ ഡയറിയിൽ പേരുള്ള ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിരിക്കുക. അത് മുറിവേറ്റ സിംഹത്തിൻ്റെ ശബ്ദമായിട്ട് കണക്കാക്കാം. കാരണം അവർ ഇന്നലെ അവരുടെ കാറുകളെല്ലാം അടിച്ചു പൊളിച്ചു, അവരുടെ ഡ്രൈവർമാർക്ക് പരിക്കേറ്റു, അവർ തന്നെ ജീവനും കൊണ്ട് ഓടിയ ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിലുള്ള ഒറ്റ ഒരുത്തനെ ഞങ്ങൾ വെറുതെ വിടില്ലെന്ന്. അതിൽ ഒരു പേരാണ് KK. KK എന്ന് പറയുന്നത് ആളുകൾ വായിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭയ്ക്കകത്തുള്ള ഈ മന്ത്രിസഭയ്ക്കകത്തുള്ള വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെയും ചോദ്യം ചെയ്യേണ്ടതായി ED-ക്ക് വരികയാണ് ചെയ്യുന്നത്. അവർക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ രമേശ് ചെന്നിത്തല, RC അതിനകത്ത് കിടക്കും, UC ഉമ്മൻചാണ്ടി, പിന്നെ CPM-ന്റെ ചില നേതാക്കൾ വീണ്ടും PV-യെ കൂടാതെ ഇളമരം കരീം അടക്കമുള്ള ആളുകളുടെ പേരൊക്കെ അതിൻ്റെ അകത്തുണ്ട്. എന്നുവെച്ചാൽ സംഭാവനകളുടെ ഒരു ഖനി അതായിരുന്നു കരിമണൽ കർത്തയുടെ ആ ഡയറി സൂചിപ്പിക്കുന്നത്. ചില മാധ്യമപ്രവർത്തകരും അതിൻ്റെ അകത്ത് പണം വാങ്ങിയതായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരിക്കും KK-യുടെ ഭാവി? ഭാഷ ചോദിച്ചൊരു വലിയ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി എന്താണ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. കാരണം അത് 193 ആളുകൾക്ക് പ്രതികൾക്കെതിരെ അവർ യഥാർത്ഥത്തിൽ ഇപ്പൊ നിരവധി 125ഓളം വരുന്ന കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകൾ എടുത്തതിൽ ഏതാണ്ട് ഒരു 8 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ പ്രതിപക്ഷത്തുള്ള ആളുകളാണ്. ബാക്കിയുള്ളവർ പ്രതിപക്ഷത്ത് വന്നിട്ട് പിന്നെ ഭരണപക്ഷത്തേക്ക് മാറിയ ആളുകളൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ അവർക്കെതിരെ കേസില്ല. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെസ്റ്റ് ബംഗാളിൽ മുഖ്യമന്ത്രിയായിട്ട് മാറിയ ആള് നാരദയുടെ സ്റ്റിങ് ഓപ്പറേഷൻസിൽ കാശ് മേടിച്ചിങ്ങനെ പെട്ടിയിലേക്ക് വെക്കുന്നത് ക്യാമറയിൽ പെട്ട ഒരാളാണ് സുബേന്ദു അധികാരി. അതുപോലെ തന്നെ ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ, പിന്നെ നമ്മുടെ അജിത് പവാർ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കാര്യം കറക്റ്റാണ്. അവർ എന്ന് പറയുന്നത്, അവർ പറയുന്നവർക്ക് 95% കൺവിക്ഷൻ റേറ്റ് ഉണ്ടെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കോടതിയിലേക്ക് എത്തിയ കേസുകളിൽ മാത്രമാണ് അത് പറയണത്. കോടതിയിലേക്ക് എത്തി വിചാരണ നടത്തിയ കേസുകളിൽ പറയുന്നത് വളരെ കുറച്ച് കേസുകളേ ഉള്ളൂ. ഇവർ 5000-ത്തിലധികം കേസുകൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ട് അതിൽ വളരെ കുറച്ചെണ്ണത്തിൽ മാത്രമേ ഈ പറയുന്ന കോടതിയിലേക്ക് എത്തിയിട്ടുള്ളൂ, വിചാരണ തുടങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള 25% പേര് ജയിലിനകത്ത് അടക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇവർ യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിന്റെ വേട്ടപ്പട്ടികളെ അധപ്പതിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇപ്പൊ ഭരണത്തിലില്ലാത്ത പിണറായി വിജയന്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇതിൽ പ്രതിയല്ല. മകൾ വീണ വിജയൻ 11ാമത്തെ പ്രതിയാണ്. ശരി, സംഭവിച്ചു. വീണ വിജയനെ പിടിച്ചിരുത്തുന്നത് മനസ്സിലാക്കാം. പിണറായി വിജയനെ പിടിച്ചിരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തത്, പിണറായി വിജയനെ ഇവിടെ നിന്ന് ആടുവിട്ടുകളെയോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം വേണമെങ്കിൽ 2021, 19, 20 മുതൽ അന്വേഷിക്കാൻ തുടങ്ങിയൊരു കേസാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ റെയ്ഡ് എന്ന് ചോദിച്ചാൽ, റെയ്ഡ് ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്ലാൻ ചെയ്തിരുന്ന ഒരു റെയ്ഡാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടാൻ വൈകിയത് കൊണ്ട് അവർ വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഇപ്പം അത് കിട്ടി. തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കേണ്ട ഒരു സാധനമാണ്, പൊട്ടിക്കാൻ വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ അതെന്ത് ചെയ്തു? 12 മണിക്കൂർ. ഇന്നലെ വിധി വന്നത് 4 മണിക്കാണ്. ഉടനെ പിറ്റേ ദിവസം 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് വെളുപ്പിന് 6 മണിക്ക് റെയ്ഡ് തുടങ്ങി. അതവിടെ നിൽക്കട്ടെ. ഇനി ഇത് പിണറായി വിജയനെതിരെ മാത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പിണറായി വിജയനെയും CPM-നെയും കുറച്ചുകൂടി കൂടുതലായിട്ട് അവർ അറ്റാക്ക് ചെയ്യും. കാരണം എന്താണ്? BJPക്ക് കിട്ടേണ്ട വോട്ടുകളുടെ മഹാഭൂരിപക്ഷം ഇരിക്കുന്നത് CPM-ന്റെ കയ്യിലാണ്. ഈഴവ, OBC, ദളിത്, പിന്നോക്ക ആളുകളുടെ വോട്ടുകൾ ഇരിക്കുന്ന അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരെ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യും. പക്ഷേ അതുകൊണ്ട് നിൽക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കരുത്. കാരണം എന്താ? ഇന്നലെ ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പത്രക്കുറിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ പത്രക്കുറിപ്പിൽ പറയുന്നൊരു കാര്യം, 138 കോടി രൂപയുടെ ക്രമക്കേടാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ 182 കോടി രൂപ വരെ, അതായത് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കാണിച്ചിട്ടുള്ളതെന്ന് കരിമണൽ കർത്തയുടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അന്വേഷിക്കാൻ പോകുന്നത്.
അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇത് ശരിക്കും പറഞ്ഞാൽ 2.78 കോടി രൂപയുടെ കണക്ക് മാത്രമാണ് വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ 40 കോടി രൂപ കൃത്യമായി പറഞ്ഞാൽ ക്യാഷായി മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയെന്നും ആ ക്യാഷായി കിട്ടിയത് ഞങ്ങളുടെ ഇൻകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ആ ഇൻകത്തിൽ രേഖപ്പെടുത്താത്തൊരു കാര്യം ഞങ്ങൾ മറ്റ് ആളുകൾക്കൊക്കെ കൊടുത്തിരുന്നുവെന്നും അത് ആർക്കൊക്കെ? ക്ഷേത്രങ്ങൾക്ക് 16 കോടി രൂപ നമ്മുടെ മാധ്യമങ്ങൾക്ക് കൂടാതെ വലിയ രാഷ്ട്രീയക്കാർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് എടുത്തേക്കണതിന്റെ പേരിൽ ഒറ്റ കാര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം പിണറായി വിജയൻ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? വീണ വിജയനെയൊക്കെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇവിടെ നിന്ന് കുറച്ച് സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സപ്പോർട്ടൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുക? കുഞ്ഞാലിക്കുട്ടിയെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ വീട് കൂടി റെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഒരൊറ്റ മെസ്സേജ് BJPക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. എന്താണ്? ഞങ്ങൾ മാത്രമേ കുറച്ചെങ്കിലും ക്ലീൻ ആയിട്ടുള്ളൂ, ഇവർ മുഴുവൻ. അതാണ് BJP കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും അഴിമതിക്കാരാണ്, ഇവർ രണ്ടുപേരും മുസ്ലിം പ്രീണനം നടത്തുന്നവരാണ്, ഇവർ രണ്ടുപേരും മോശപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥ ഓൾട്ടർനേറ്റീവ് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കാനുള്ള അടുത്ത സ്റ്റേജ് അതാണ്. ഇനി ആ സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം എന്താ? ഇപ്പൊ വീണ വിജയന് കൊടുത്തേക്കണ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു കരാറുണ്ട്, രേഖാമൂലമുണ്ട്, പണം മേടിച്ചേക്കണത് ബാങ്കിലൂടെയാണ്, കളവല്ല. ഇതങ്ങനെയല്ല. 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം വീതം ഓരോരുത്തർക്കും പണമായി കൊടുത്തേക്കണാണ്. ചിലതൊക്കെ മീഡിയ ഹൗസുകൾ കൊടുത്തേക്കണാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള മൊഴികൾ അവരുടെ ഭാഗത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മൊഴികൾ ഇരിക്കുമ്പോൾ ഇത് കേസെടുക്കാതെ എന്ത് ചെയ്യും? ഇനി കേസ് എടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ആദ്യത്തെ ഒരു 2 കൊല്ലം 3 കൊല്ലം ഇപ്പൊ പിണറായി വിജയനെ CPM ഇത് വെച്ച് കുറച്ചുകൂടി അങ്ങോട്ട് വേട്ടയാടും. അത് കഴിഞ്ഞാൽ അടുത്ത ഊഴം വരുന്നത് 2031 തെരഞ്ഞെടുപ്പിന് മുമ്പ് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെയും കൂടി പിടിക്കും. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം BD സച്ചിന്റെ പേരടക്കം അതിനകത്ത് ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ ചില മൊഴികളിൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യത്തിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരെ കൂടി പിടിക്കും. ഇനി ഇത് പിടിക്കുമ്പോഴുള്ള സംഭവം എന്താ? ഈ രണ്ടും ഒരുപോലെ തന്നെയാണ് എന്ന് പറയുന്നൊരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നാണല്ലോ അർത്ഥം, അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? അല്ലെങ്കിൽ നാളെ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ബാക്കിയുള്ള ആളുകളും ഒക്കെ BJPയിലേക്ക് ചേരണം. അല്ല, ഇതിന്റെ വേറൊരു പോസിബിലിറ്റി കിടക്കുന്നുണ്ടല്ലേ? 2 BJP നേതാക്കളുടെ പേര് അതിനകത്തുണ്ടല്ലോ. അതെ, വ്യക്തമായിട്ട് BJP നേതാക്കളുടെ പേരുണ്ട്. അല്ല, 2 പേര് പ്രമുഖരായിട്ട് ഈ 10 ലക്ഷത്തിന് മുകളിൽ വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്ന് മുരളീധരനും മറ്റൊന്ന് സുരേന്ദ്രനുമാണ്. പിന്നെ അവിടെ കയറി ഇറങ്ങി പൈസ വാങ്ങിക്കാത്ത BJP നേതാക്കന്മാർ വളരെ കുറവാണ്. അല്ല, BJP നേതാക്കന്മാർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും സംഭാവന കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ്. മാഷ അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ പഴയ നക്സലൈറ്റുകൾ മുതൽ ഇവിടുത്തെ ഏറ്റവും ചെറിയ മാധ്യമപ്രവർത്തകരും ഒരു വലിയ മാധ്യമപ്രവർത്തകരൊക്കെ ആര് കർത്തേനെ വിളിച്ച് നമ്പർ കിട്ടി കർത്തേനെ വിളിച്ചാൽ കർത്തപ്പ കാശ് കൊടുക്കും. കാരണം വെച്ചാൽ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവർ തന്നെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ. കാരണം സ്മൂത്ത് ഫംഗ്ഷനിങ് നടക്കണമെങ്കിൽ ഇവർക്കെല്ലാം കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അതായത് ക്ഷേത്ര കമ്മിറ്റിക്കാരോ ആര് വിളിച്ചാലും പുള്ളി ചെറുതല്ലാത്തൊരു സംഭാവന എന്ത് ചെയ്യും? കൊടുക്കും. പണ്ട് നായനാർ ഫുട്ബോളിൽ മറ്റേ പിരിവ് തരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചെന്നൈയിലുള്ള കളങ്കിതനായിട്ടുള്ള വ്യവസായിനെ വിളിച്ചാള് ഞെട്ടിപ്പോയി. കാരണം പുള്ളി ഒറ്റടിക്ക് പറഞ്ഞ 60 ലക്ഷം തരാന്ന് പറഞ്ഞു. വിളിച്ചാള് വിചാരിച്ചത് വല്ല 1 ലക്ഷം 50,000 10,000 പോക്കർ വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കേസിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഇത് രണ്ടും കൊണ്ട് ഇവരെന്ത് ചെയ്യും? പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന്. രണ്ടാമത്തത് BJP നേതാക്കന്മാരെ പിടിക്കാൻ അവർക്ക് മടിയില്ലെന്നേ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇവരൊക്കെ വിട്ടിട്ട് പുതിയ ആളുകൾ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യട്ടെ, ഭരിക്കട്ടെ എന്ന് BJP തീരുമാനിക്കും. കാരണം എന്താ വെച്ചാൽ BJPയെ സംബന്ധിച്ചും BJPയുടെ നരേറ്റീവ് ക്ലിയർ അല്ല, നരേറ്റീവ് ക്ലിയർ അല്ലെന്ന് പറഞ്ഞാൽ അവരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അവരെ പിടിക്കുമ്പോൾ അതിന് വലിയൊരു പ്രചണ്ഡമായ പ്രചരണമോ ബാക്കിയുള്ളതോ കിട്ടാൻ സാധ്യതകളില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും മീഡിയകളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഞാൻ മാഷോട് ചോദിക്കുന്നൊരു കാര്യം, ഈ ഭരണത്തിൽ ഇപ്പൊ പിണറായി വിജയനെ പിടിച്ചെന്ന് വെച്ചാൽ പിണറായി ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഒരു മുഖ്യമന്ത്രി ഇമേജിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പ്രതിപക്ഷ നേതാവായിട്ട് മാറിയിട്ടില്ല, ഭരണത്തിൽ ഇരിക്കുന്നു, പുള്ളിയോടുള്ള എതിർപ്പെല്ലാം നിൽക്കുന്ന സമയത്ത് പുള്ളിനെ കയറി പിടിക്കുന്നു. ഒരു 2 കൊല്ലം കഴിയുമ്പോൾ എന്താണ്, നേരെ ഇത് മാറും. പകരം കോൺഗ്രസിന്റെ നേരെ പിടിക്കുന്നതായിരിക്കും വാർത്ത. മൂന്നാമത്തത് വളരെ ചെറിയ വാർത്തകൾ മാത്രമേ വരുള്ളൂ. എന്തെന്ന് ഈ പറയുന്ന മുരളീധരനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സുരേന്ദ്രനെയോ ഒക്കെ പിടിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറയാം. അതിനു മുമ്പ് ഇവർ പാർട്ടി പുറത്താക്കി എന്ത് ചെയ്യും? ഒരു പോസിബിലിറ്റി അതിനു മുമ്പുള്ള ഒരു പ്രശ്നത്തിൽ എന്ത് ചെയ്തു? അത് പുറത്താക്കി. ഇത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ?
വെസ്റ്റ് ബംഗാളിലും ആസാമിലും അതുപോലെ തന്നെ മറ്റ് ജാർഖണ്ഡിലും ഒക്കെ മഹാരാഷ്ട്രയിലും ഒക്കെ എങ്ങനെയാണ് ED കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ഗുണം കിട്ടുകയും ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിന്റെ അടുത്തൊരു കോമഡി പറയാം. ഈ CBI അടക്കം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം, ഇൻകം ടാക്സ് അടക്കം ആരെങ്കിലും ഒരാൾ ഏറ്റവും ആദ്യം തന്നെ പോയി റെയ്ഡ് ചെയ്ത ആളുകളാണ് മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻസും ഒക്കെ കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തേക്കണം. ഇതുപോലെ ആദ്യം റെയ്ഡ് ചെയ്തവരാണ്. റെയ്ഡ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? മേടിക്കുക. അപ്പൊ പിന്നെ കൂടുതൽ കൊടുക്കും. അപ്പൊ അല്ല, പിന്നെ ചോയ്സ് ഇല്ല, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നാ പോരാ, നമ്മൾ പറയണതാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് കൃത്യമായി കേരളത്തിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഇവർ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രമിച്ചിരുന്നു. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് ബാക്കിയുള്ളതാണെന്ന് ED വട്ടമിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ കൊടകര പോലെയുള്ള കേസുകളിൽ ഇവർക്കൊരു താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അല്ല, പൊളിറ്റിക്കൽ ഡിസിഷൻ ഇല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല, അത് BJP ഡയറക്ടറേറ്റ് ആണ്. BJP ഡയറക്ടറേറ്റ് ആണ്. ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് BJP. ഇലക്ഷൻ എങ്ങനെ ജയിപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും. പിന്നെ കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഇത് ആക്രമിക്കപ്പെടില്ലേ ജനങ്ങൾ, എന്നാൽ ആക്രമണം. ഞാൻ വിചാരിക്കുന്ന ആക്രമണം പോലും നിങ്ങളുടെ ഒരു പൊസിഷനിൽ, ഇപ്പൊ മാഷക്കൊക്കെ കൃത്യമായിട്ട് അറിയാലോ, പോലീസിന്റെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നതിന്റെ ന്യായമുണ്ട്. പോലീസ് വേറെ ആരുടെയെങ്കിലും മറ്റേ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് വേറെ ആരുടെയെങ്കിലും വേട്ടമൃഗമായി മാറിയിട്ട് വരുമ്പോഴേക്കും പോലീസിനെ കണ്ടിട്ട് നമ്മൾ സല്യൂട്ട് അടിച്ച് നമ്മുടെ വീട്ടിൽ കയറി അതിക്രമം കാണിക്കുന്നത് ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ അക്രമങ്ങളൊന്നും ന്യായീകരിക്കുന്നില്ല. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വാഭാവികമായിട്ടും വിചാരണയ്ക്ക് വിധേയമാകുന്നത്. അതെ, കാരണം അവരൊരിക്കൽ പോലും നിഷ്പക്ഷമായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. അവരെപ്പോഴും ഈ BJPയുടെ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഉപകരണങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ അവർ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവരെ ഉപകരണങ്ങളായിട്ട് തന്നെ കാണുന്ന ഒരു രീതി കുറേയധികം ആളുകളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അല്ല, മാഷക്ക് പറയാലോ, ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഒന്ന് ആലോചിച്ചു, എങ്ങനെയാണ് വളരെ പ്ലാൻഡായി ഒരു ഗവൺമെന്റ് എടുക്കുന്ന ഒരു നയമാണെന്ന് ആലോചിക്കണം. ആ നയപരമായിട്ടുള്ള ഒരു കേസിന്റെ പുറത്ത് മദ്യനയ അഴിമതി കേസ് പറഞ്ഞൊരു അഴിമതി കേസ് ഉണ്ടാക്കി ഒരു പുകമറ ഉണ്ടാക്കുകയും അദ്ദേഹത്തെ മാസങ്ങളോളം ജയിലിലിടുകയും ഇപ്പൊ തന്നെ ഈ പറയുന്ന പ്രതികളാക്കപ്പെട്ടവരിൽ 4/1 ആളുകൾ ജയിലിലാണ്, 25% പേര്. അപ്പൊ ജയിലിലിടുകയും കുറച്ച് കഴിഞ്ഞിട്ട് അവരാ കേസില്ലായിരുന്നു, അബദ്ധം പറ്റിപ്പോയി, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും തിരിച്ചു കിട്ടും. അപ്പൊ അത് തിരിച്ചു കിട്ടില്ല. അത് കൃത്യമായി ഉപയോഗിക്കാൻ പിന്നെ BJP ഗവൺമെന്റിൽ എനിക്കെപ്പോഴും തോന്നിയേക്കണം, മാഷ അഭിപ്രായം കൂടി കേൾക്കണം. എനിക്കെപ്പോഴും തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ BJP ഗവൺമെന്റ് 2014 ഭരിക്കാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യയുടെ ഒരു നിലവിലുള്ള അവസ്ഥ തന്നെ മാറി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ കോടതികൾ, CBI, എല്ലാ തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരുടെ സൗകര്യങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ വന്നേക്കുന്നത്. കാരണം അല്ലാതെ സൂര്യകാന്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമല്ലല്ലോ അത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അതാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു തോന്നലതാണ്.